നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് അലോകിനെ കാണാനായിട്ട് അനുശ്രീ വീട്ടിൽ ഒരു കള്ളത്തരം ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഗോമതിയോട്. ഗോമതിയോട് പറഞ്ഞ ഒരു ഫ്രണ്ടിനെ കാണാനാന്നാ പറഞ്ഞേ. അങ്ങനെ ഫ്രണ്ടിനെ കാണാനെന്നും പറഞ്ഞുകൊണ്ട് പോണ്. ഗോമതിക്ക് ഇപ്പൊ സംശയങ്ങളൊന്നും ഇല്ല പഴയതുപോലെ. അപ്പൊ അനുശ്രീ അലോകും തമ്മില് റിലേഷൻ ഒന്നും ഇല്ലെന്നാണ് ഗോമതി വിചാരിച്ചിരിക്കുന്നത്. എന്നാലും ഗോമതി പറഞ്ഞു, അതെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നോക്കൊള്ളാം, നേരത്തെ കാലത്ത് ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വന്നേക്കാം അമ്മയെന്നൊക്കെ പറഞ്ഞ് അനുശ്രീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ. അങ്ങനെ അനുശ്രീ അലോകും തമ്മിൽ കണ്ടുമുട്ടുവാണ്. കണ്ടുമുട്ടുന്ന സമയത്ത് അനുശ്രീ പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ട് അലോകെ, നമ്മളെ ആരെങ്കിലും കണ്ടാലോ, എന്റെ ചേട്ടന്മാരെങ്ങാനും കണ്ടാൽ തീർന്നു, അതോടുകൂടി എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതോടൊപ്പം തന്നെ അലോകിന്റെ കാര്യത്തിലും. അലോക് പറഞ്ഞു, ഇങ്ങനെ പേടിച്ചാലോ, ഒരു കാര്യം ചെയ്യ, നീ ബൈക്കിൽ കയറാൻ പറഞ്ഞു. അല്ല അലോകെ, കേറിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടാലോ, നീ ഒരു കാര്യം ചെയ്യ, എന്റെ ഹെൽമെറ്റ് വെച്ചോ. ഹെൽമെറ്റ് വെച്ചാ പിന്നെ നിന്നെ ആരും പിടികൂടാൻ പോകുന്നൊന്നുമില്ല, മുഖം തിരിച്ചറിയാൻ പറ്റില്ല പെട്ടെന്ന് ആർക്കും എന്ന് പറഞ്ഞു. അത് ശരിയാ, നമുക്കൊരു കാര്യം ചെയ്യാം, എവിടെയെങ്കിലും മാറി എവിടെയെങ്കിലും ഒതുങ്ങി ഒരു സ്ഥലത്ത് പോയിരുന്ന് സംസാരിക്കാം, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് അലോക് പറഞ്ഞു. പിന്നീട് അനുശ്രീ ബൈക്കിലേക്ക് കയറി അവരങ്ങനെ പോവുകയാണ്. ആ സമയം ഡെലിവറി കൊടുക്കാനായിട്ട് ആര്യം പോകുന്ന സമയത്ത് അലോകും അനുശ്രീയും കൂടെ ആ സൈഡിൽ അതിലൂടെ പോകുന്നേ. അവര് എവിടെയെങ്കിലും ഒരു ഒതുങ്ങിയ സ്ഥലത്ത് പോയി സംസാരിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഈ സമയത്ത് ആരും നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അലോകിന് ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അലോകിനെ തിരിച്ചറിഞ്ഞു വണ്ടി സൈഡിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത്. പക്ഷേങ്കില് പുറയിലിരിക്കുന്ന പെൺകുട്ടി ആരെന്ന് മനസ്സിലായില്ല. ഏതോ പെൺകുട്ടി ഉണ്ടല്ലോ, അവൻ ഏതോ ഒരു പെൺകുട്ടിയെ വല വീശി പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ അലോക് മനസ്സിൽ വിചാരിക്കുവാണ്. ഈ സമയത്ത് അലോക് അനുശ്രീ ഇതിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവളെയും കൊണ്ട് ഒരു ആലിന്റെ ചൂട്ടിലേക്ക് വന്നു. അവിടെയാണെങ്കിൽ പിന്നെ അധികം ആൾക്കാരൊന്നും വരാത്ത സ്ഥലമാണ്, അവിടെ പോയിരുന്ന് സംസാരിക്കാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അവിടെ പോയിരുന്ന് അവർ രണ്ടും സംസാരിക്കണ സമയത്ത് അലോക് അനുശ്രീയോട് പറഞ്ഞു, അതെ എനിക്ക് വീട്ടിൽ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട്, അതേ കാലം ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യ, നമ്മൾ ഇതോളം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വീട്ടിൽ സംസാരിക്കാൻ പറഞ്ഞു. അനുശ്രീ പറഞ്ഞു, ഇത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അലോകെ? വീട്ടിൽ ഒരു കാരണവശാലും വീട്ടുകാർ സമ്മതിക്കില്ല. അച്ഛനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പഠിപ്പ് നിർത്തി എന്റെ വീട്ടിൽ നിർത്തത്തുള്ളൂ. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ എന്റെ കല്യാണം കഴിപ്പിച്ചു വിടും. ഇനിയിപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാ, ഒരു കാര്യം ചെയ്യാം, വേറൊരു നിവൃത്തി ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ നീ എന്നോടൊപ്പം ഇറങ്ങി വരണമെന്ന് പറഞ്ഞു. ഇറങ്ങി വരാനോ? ഞാനോ? അത് വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ചിട്ട് എനിക്ക് അങ്ങനെ ഇറങ്ങി വരാൻ പറ്റുന്ന കാര്യമാണോ അലോകെ? ഒന്നെങ്കിൽ നിനക്ക് നിന്റെ വീട്ടുകാര്, അല്ലെങ്കിൽ ഞാന്, ഇതിലേതെങ്കിലും ഒന്ന് നീ ഒന്ന് തീരുമാനിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും അനുശ്രീ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എനിക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനാന്ന് പറയണ. നീ പേടിക്കൊന്നും വേണ്ട, ഞാനല്ലേ കൂടെ. ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്താലേ ഇപ്പൊ തന്നെ ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തേക്കാൻ പറഞ്ഞു. അനുശ്രീ പറഞ്ഞു, ഇങ്ങനൊന്നും പറയല്ലേ അലോക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുവാണ്. ഇതേ സമയത്ത് ദേവമംഗലത്തേക്ക് ഒരു കൈനോട്ടക്കാരി വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ശ്രീദേവിയും ഗോമതി ഇറങ്ങിച്ചെന്നു. അപ്പൊ കൈ നോക്കാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ശ്രീദേവി പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യുക, അതിനകത്തൊന്നൊരു ചീട്ടെടുക്കാൻ പറയണം. അപ്പൊ ഈ ചീട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കി ഫലങ്ങൾ പറയും. അങ്ങനെ ചീട്ടെടുക്കാൻ ഗോമതി തീരുമാനിച്ചു. ഇതിനു മുമ്പ് അവര് വീട്ടിൽ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഈ കുടുംബത്തിലൊരു കല്യാണം നടക്കുന്നൊക്കെ. കല്യാണം നടക്കുക തന്നെ ചെയ്തു, അത് ആരിന്റെ വിവാഹമായിരുന്നു മാത്രം. അപ്പൊ ഗോമതിക്ക് വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴേക്കും അവരോട്, അമ്മ ഒരു ചീട്ടെടുക്കുക, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, ആ ചീട്ട് നോക്കി ഞാൻ ഫലം പറയാം, മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഗോമതി സർവ്വ ദൈവങ്ങളെയും വിളിച്ചൊരു ചീട്ടെടുക്കുവാണ്. ചീട്ടെടുത്ത് കഴിഞ്ഞപ്പം രാവണനെയാണ് കിട്ടിയത്. 10 തലയുള്ള രാവണന്റെ ചിത്രം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും കൈനോട്ടക്കാരി ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, രാവണന്റെ ജന്മമാണല്ലോ അമ്മയെ കാണുന്നേ, കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നെന്ന് പറഞ്ഞു. പ്രശ്നങ്ങളോ? അതെ, കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നു, അത് തരുന്ന സൂചനയാണ് ഇതെന്ന് പറയാണ്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഗോമതിക്ക് ടെൻഷനായി. ഗോമതി പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യും? അതിനെ കുറച്ച് പരിഹാര മാർഗങ്ങൾ ഉണ്ട്, ക്ഷേത്രത്തിൽ പോയി കുറച്ച് വഴിപാടുകളൊക്കെ നടത്തണം എന്നൊക്കെ പറഞ്ഞു. എന്നാലും കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ പോവാ. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ ഗോമതിക്ക് ടെൻഷനായി. അപ്പോഴേക്ക് ശ്രീദേവി ആശ്വസിപ്പിച്ചു, അമ്മ വിഷമിക്കൊന്നും വേണ്ട, അങ്ങനെയൊന്നും ആയിരിക്കില്ല, അമ്മ സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ കൈനോട്ടക്കാരി പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലും ഗോമതിയുടെ നെഞ്ചിനകത്തൊരു പിടപ്പായിരുന്നു. ഇനി എന്തായിരിക്കും വരാൻ പോകുന്ന ദുരന്തം? ഒരു പക്ഷേങ്കില് ശ്രീദേവി ഗർഭിണിയാണ്, ഇനിയിപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണോ, അതോ അല്ലെങ്കിൽ തന്നെ ഈ സുകന്യ വന്നതിന് ശേഷം കുടുംബത്തിൽ അത്ര നല്ലതൊന്നും അല്ല നടന്നുകൊണ്ടിരിക്കുന്നത്, ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ഗോമതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോ സുകന്യയും കൊണ്ട് ധർമ്മം വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ചോദിച്ചു, എന്തായടാ കാര്യങ്ങളൊക്കെ? തൽക്കാലത്തേക്ക് പ്രശ്നമൊന്നും ഇല്ല ചേച്ചി, എന്തായാലും
മെഡിസിനൊക്കെ കൊടുത്തു, ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. കഴിച്ച ഫുഡിന്റെ ഏതോ ഒരു പ്രശ്നമായിരുന്നു പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, അതെ ഇനിയെങ്കിലും സുകന്യേച്ചി നോക്കിയും കണ്ടും വേണം ആഹാരം കഴിക്കാനായിട്ട്. സുകന്യ പറഞ്ഞു, ഓ ഞാൻ കഴിച്ചതുകൊണ്ടൊന്നും അല്ല. പിന്നെയോ? പിന്നെ എന്താ പെട്ടെന്ന് സംഭവിച്ചെന്ന് ചോദിച്ചു. അതെ, ശ്രീദേവിക്ക് വേണ്ടിയിട്ട് ആ ലേഹ്യം ഉണ്ടാക്കി വെച്ചിരുന്നായിരുന്നല്ലോ, ആ ലേഹ്യം കഴിച്ചതിന് ശേഷം എനിക്കിതൊക്കെയെന്ന് ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ലേഹ്യം കുടിച്ചിട്ടൊന്നും ആയിരിക്കില്ല. അതെ ഗോമതി ചേച്ചി, ലേഹ്യം കുടിച്ചതിന് ശേഷം എങ്ങനെ ഉണ്ടായത്? ഗോമതി പറഞ്ഞു, ഓ ദൈവമേ, അങ്ങനെ ആയിരുന്നെങ്കിലോ, ദേവമോൾ എങ്ങാനും കുടിച്ചായിരുന്നെങ്കിലോ എന്തായി തീർന്നേനോ. ഇനിയിപ്പം ആ ലേഹ്യത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ പോലും. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, എനിക്ക് ബലമായിട്ടൊരു സംശയമുണ്ട്, ആ ലേഹ്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടായിരുന്നോന്ന്. മിക്കവാറും ദേവിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ആരെങ്കിലും ചെയ്തതാണെന്ന് പോലും സംശയമുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഗോമതി ഞെട്ടി. ഗോമതി എന്തൊക്കെയാ സുകന്യ നീ പറയണെന്ന് ചോദിച്ചു. കിട്ടിയ അവസരം സുകന്യ അങ്ങ് മുതലെടുത്തു. സുകന്യ പറഞ്ഞു, എനിക്ക് തോന്നേ ആരേലും എന്തേലും അതിനകത്ത് കലർത്തിയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരുന്നല്ലോ എനിക്ക് ലൂസ് മോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ശ്രീദേവി രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാം, അല്ലാതെ ശ്രീദേവി കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ? ശ്രീദേവിക്കറിയാലോ അതിനകത്ത് ആരും ഒന്നും കലർത്തിയിട്ടില്ല. പക്ഷെ അത് ഔഷധച്ചെടിയൊന്നുമല്ല, കണ്ട കാട്ടുചെടിയാണ്. ആ വിഷച്ചെടിയൊക്കെ അച്ഛൻ പറിച്ചുകൊണ്ട് വന്നേന്നുള്ള കാര്യം അത് പക്ഷെ ഇവിടെ പറയാനും പറ്റില്ലല്ലോ. പിന്നീട് സുകന്യ മുറിയിലേക്ക് പോയി. നല്ല ക്ഷീണമുണ്ട്, കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കോമതി പറഞ്ഞു, എന്നാലും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, സുകന്യേച്ചി വെറുതെ പറഞ്ഞ. ഈ സമയത്ത് മുറിയിലേക്ക് എന്നിട്ട് ധർമ്മനോട് സുകന്യ പറഞ്ഞു, എനിക്ക് ഈ വീട്ടിലുള്ളവരെ നല്ല സംശയം ഉണ്ടെന്ന് പറയണ. സംശയം? അതെ, എന്ത് സംശയം? അല്ല, ശ്രീദേവി ഗർഭിണിയാണല്ലോ, ഒരു പക്ഷെ ശ്രീദേവിയുടെ വയറ്റി വളർന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ആ ലേഹ്യത്തിൽ ആരെങ്കിലും കടത്തിക്കണം. എന്ത് കടത്തുന്ന കാര്യം നീ പറയണേ? അല്ല, ഇവിടെ രണ്ടുപേരുടെ കല്യാണം നേരത്തെ കഴിഞ്ഞായിരുന്നല്ലോ, ആരിന്റെയും അതുപോലെ തന്നെ ആകാശിന്റെ. പക്ഷെ അവർക്കൊന്നും കുട്ടികൾ ഇല്ലല്ലോ. ശ്രീദേവി അല്ലേ ഇപ്പൊ ഗർഭിണിയായിരിക്കുന്നത്. ചിലപ്പോ ശ്രീദേവിയോടുള്ള അസൂയ കാരണം ഈ പറയുന്ന മീനാശോ മിത്രയോ ആ ലേഹ്യത്തിനകത്തിൽ എന്തെങ്കിലും കലർത്തിയതായിരിക്കും. ആണെങ്കിലോ? അത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, ദേ സുകന്യെ, നീ എന്നോട് പറഞ്ഞത് പറഞ്ഞു, വേറെ ആരോടും ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറഞ്ഞു. ആഹാ, ഇപ്പൊ ഞാൻ എന്തേലും പറഞ്ഞാൽ അതിനാണ് കുറ്റമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയ ധർമ്മേട്ട, എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആ ലേഹ്യം കുടിച്ചു കഴിയുമ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ശരിക്കും ദേവി രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാം. ധർമ്മൻ ഇങ്ങനെ ആലോചിച്ചു. ഒരിക്കലും അങ്ങനെ ചെയ്യത്തൊന്നുമില്ല. ധർമ്മം പറഞ്ഞു, വെറുതെ അനാവശ്യ കാര്യങ്ങളൊന്നും പറഞ്ഞ് നീ ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കരുത് സുകന്യെ. അങ്ങനെയുള്ളവരൊന്നല്ല ഈ വീട്ടിലുള്ള. മിത്രയ്ക്കാണെങ്കിലും മീനാക്ഷിക്കാണെങ്കിലും ദേവിയുടെ അസൂയം കാര്യങ്ങളൊന്നുമില്ല. അവര് ഒത്തിരി ആഗ്രഹിക്കുന്ന ദേവിക്കൊരു കുഞ്ഞുണ്ടാവാനായിട്ട്. ധർമ്മേട്ട ശുദ്ധനായതുകൊണ്ടാ ധർമ്മേട്ടൻ ഇങ്ങനെയൊക്കെ തോന്നേ എന്നൊക്കെ ഇങ്ങനെ സുകന്യ പറയുവാണ്. ഈ സമയത്ത് ശ്രീദേവിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ദൈവമേ, ഇനിയിപ്പോൾ ആ ലേഹ്യം തനിക്ക് വീണ്ടും ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എങ്ങനെയെങ്കിലും അതെടുത്ത് കളഞ്ഞാൽ മതിയാവുള്ളൂ, അല്ലെങ്കിൽ തനിക്കിട്ടും ഇതുപോലെ ഒരു പണി കിട്ടും എന്നുള്ള കാര്യം ശ്രീദേവിക്ക് മനസ്സിലായി. ഇതേ സമയത്ത് അലോകും അനുസരിയും കൂടെ ആലിന് ചൂട്ടി സംസാരിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കാണ് 2-3 പേര് അങ്ങോട്ടേക്ക് വരുന്നത്. അവന്മാര് അലോകുമായിട്ട് വഴക്കടിക്കുന്നുണ്ട്. കാരണം അലോക് നേരത്തെ അവന്മാരുമായിട്ട് ചെറിയ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന്മാര് നോട്ടം വിട്ട് വെച്ചിരിക്കുകയായിരുന്നു അലോകിനെ. അങ്ങനെ അലോകിന്റെ അടുത്തേക്ക് വന്നിട്ട് അതും പറഞ്ഞ് അലോകിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അലോകും വിട്ടുകൊടുത്തില്ല. ഒടുവിൽ വലിയ വഴക്കായി കഴിഞ്ഞപ്പോഴത്തേനും അനുശ്രീ പറഞ്ഞു, നമുക്ക് പോകാം അലോകെ, ഇനി ഇവിടെ നിൽക്കണ്ടെന്നൊക്കെ പറയണം. അപ്പോഴേക്കും അലോക് പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പേടിച്ചു പോയാലോ, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു. അനുശ്രീക്ക് പേടിയാ, ആൾക്കാർ കൂടിയിട്ടുണ്ടെങ്കിൽ ഒച്ചപ്പാടും ബേളുമായിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം താൻ ഇവിടെ ഉണ്ടായിരുന്നു, അലോകിനോടൊപ്പം ഉണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലറിയും. അച്ഛനെ അറിയാവുന്നോ അല്ലെങ്കിൽ തന്റെ ചേട്ടന്മാരെ അറിയാവുന്ന ആരെങ്കിലും കണ്ടാൽ മതി, അതോടുകൂടി പ്രശ്നമാവെന്നറിയാം. അലോകിനോട് പറഞ്ഞു, അലോകെ നമുക്ക് പോവാന്നൊക്കെ പറയണം. അതേ സമയത്താണ് ആര്യനോടെ വരുന്നേ. ആര്യം നോക്കിക്കഴിഞ്ഞപ്പോ കുറച്ച് ആൾക്കാർ അവിടെ കിടന്ന് ഒച്ചപ്പാടും ബേളം ഉണ്ടാക്കുന്നു. ആര്യം പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും കൂടെയുള്ള സഹായിച്ചു. എന്താ ഏട്ടാന്ന് ചോദിക്കുക. അങ്ങ് നോക്ക്, അവിടെ എന്തോ ബഹളമാന്ന് തോന്നുന്നു, നമുക്ക് നോക്കാന്ന് പറയാണ്. ഈ സമയത്ത് അനുശ്രീ കണ്ടു ആര്യൻ അവിടുന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അനുശ്രീക്ക് പെട്ടെന്ന് പേടിയായി. അനുശ്രീ അലോകിനോട് പറഞ്ഞു, അലോകെ പെട്ടെന്ന് കേറ്, നമുക്ക് പെട്ടെന്ന് പോകാന്ന് പറയാണ്. ഈ സമയം ആര്യം നോക്കിക്കഴിഞ്ഞപ്പോ അനുശ്രീയെ പോലൊരു പെൺകുട്ടി, ഇത് അവള് തന്നെയാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ആ പ്രശ്നത്തിനിടയ്ക്ക് അനുശ്രീ ആണോ നിൽക്കണേന്ന്. ആര്യം പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയപ്പോഴത്തേനും അലോക് പെട്ടെന്ന് ബൈക്കെടുത്ത് അനുശ്രീയോട് കയറാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് അനുശ്രീയും കയറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ആര്യന് സംശയമായി, ഇത് അവളാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നീട് അവരെ ഫോളോ ചെയ്ത് പോവാണ്. കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവരെ കാണാനായിട്ട് പറ്റില്ല. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് പോയാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ അനുശ്രീക്ക്. അനുശ്രീ അതുകൊണ്ട് അലോകിനോട് പറഞ്ഞു, അലോക് പെട്ടെന്ന് വണ്ടി വിട് എന്നൊക്കെ പറഞ്ഞു വേണം. അലോക് നല്ല സ്പീഡിൽ തന്നെയാ ബൈക്ക് വിട്ടത്. കാരണം പിടിക്കപ്പെട്ടാൽ തീർന്നുള്ള കാര്യം അലോകിനും അറിയാം, നല്ല ഇടി കിട്ടുമെന്നും അറിയാം. അത് മാത്രമല്ല അനുശ്രീയുടെ പേടി, എങ്ങാനും ആരും ചേട്ടൻ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ
വീട്ടിൽ ചെന്ന് പറയും. അതോടുകൂടി തന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും. അനുസരിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇനിയിപ്പം തന്നെ ആരും ചേട്ടൻ കണ്ടോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ആരിന്റെ മനസ്സിലേക്ക് അങ്ങനെ സംശയം കടന്നുകൂടുവാണ്. അത് അനുസരിയാന്നൊരു സംശയം. അങ്ങനെയാണെങ്കിൽ അതറിഞ്ഞിട്ട് തന്നെ കാര്യം. അങ്ങനെ ആര്യൻ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ലോഡൊക്കെ ഇറക്കിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ സമയം അനുസരി നേരത്തെ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അനുസരിക്ക് പേടിയുണ്ടായിരുന്നു തന്നോട് വന്ന് തന്റെ ചേട്ടൻ വല്ലതും ചോദിക്കുമെന്ന്. അങ്ങനെ വന്ന മിത്രയെ വിളിച്ചെടുത്തി ആരും കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അനുസരിന്ന് എവിടെയെങ്കിലും പോയായിരുന്നോ, എന്താ ഇങ്ങനെയെന്നൊക്കെ. അപ്പോഴേക്കും പറഞ്ഞ് ഏതോ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയെന്നൊക്കെ പറയണം. അത് കേട്ടപ്പോ ആര്യന് വീണ്ടും സംശയമായി. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ അനുസരിയാണോ താൻ കണ്ടത്? കൂടെയുള്ള ചെറുപ്പക്കാരൻ ആരായിരിക്കും? ശരിക്കും പറഞ്ഞാല് ആളുടെ മുഖമൊന്നും കണ്ടില്ല. കുറെ ആൾക്കൂട്ടത്തിനിടയ്ക്ക് അനുസരിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച കണ്ട. അനുസരിയപ്പോൾ ഒരു പെൺകുട്ടി. ഒരു പക്ഷേങ്കിൽ അവൾക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നൊരു ചിന്തയൊക്കെ എന്റെ മനസ്സിലേക്ക് വന്നു. ഇനിയിപ്പോ അവൾക്ക് ആരെങ്കിലും ആയിട്ട് വലിയ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ആ ഒരു ചിന്തയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ തന്നെ ആരും തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു.